ഹായ് ഫ്രണ്ട്സ്, ഇത് ഇന്നലെ എടുത്ത വീഡിയോ കേട്ടോ. ഇന്നലെ അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല. ഇന്നലെ ക്രിസ്മസ് അല്ലായിരുന്നു. ഇന്നലെ ഓഫീസ് ഉച്ചവരെ ഉണ്ടായിരുന്നു. പിന്നെ വലിയ തിരക്കില്ലാത്തതുകൊണ്ട് പൊക്കോളം പറഞ്ഞ് വെച്ച് കഴിഞ്ഞിട്ട് പോന്നു. പോന്നു, ചായ കുടിയൊക്കെ കഴിഞ്ഞ് ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് കിടന്നു കഴിഞ്ഞപ്പോൾ മേളിൽ കനാലിൽ വെള്ളം വന്നാണ്ടെന്ന് പറഞ്ഞു. കിണറ്റിൽ വെള്ളം കുറവായിരുന്നുകൊണ്ട് കനാലിൽ വെള്ളം വന്നത് സന്തോഷമായിട്ട്. പക്ഷേ കനാൽ നന്നാക്കിയിട്ടില്ല. അപ്പോൾ കനാലിൽ വെള്ളം കാണാമെന്ന് പറഞ്ഞ് ഞാനും പിള്ളേരും എൻ്റെ കൂടെ എൻ്റെ പൂച്ചയും അമ്മച്ചിയും എല്ലാവരും കൂടി പോയി മേളിൽ കനാലിൽ വെള്ളമൊക്കെ കണ്ടു. അത് കഴിഞ്ഞപ്പോൾ മറ്റേ മേളിൽ പെട്ടവരുടെ സൈഡിൽ തൊടലി കായ ഉണ്ടായി കിടപ്പുണ്ട്. അപ്പോൾ അത് പഴുത്തോന്ന് അറിയാണ്ട് പിള്ളേർ പോയി നോക്കണമെന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ അങ്ങോട്ട് പോകാമെന്നും പറഞ്ഞ് അങ്ങോട്ട് പോയിട്ടോ. പിള്ളേരുടെ ഇഷ്ടമാണല്ലോ. പിന്നെ നേരത്തെ പോയി നോക്കിയപ്പോൾ പച്ച കളറായിരുന്നു, പഴുത്തിട്ടുണ്ടായില്ല. അപ്പോൾ ഇതവിടെ പഴുത്തുണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് എന്നാൽ അങ്ങോട്ട് പോകാമെന്നും പറഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടെ അങ്ങോട്ട് മുകളിലേക്ക് കയറിപ്പോയി. പോകണ വഴിക്ക് നമ്മൾ കൊങ്ങിണിപ്പൂവില്ല, അതൊരു റെഡോ ഓറഞ്ചൊക്കെ ചേർന്നൊരു കൊങ്ങിണിപ്പൂവായിരുന്നു. അത് നിൽക്കണ കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാനതൊന്ന് തൊട്ടൊക്കെ നോക്കി. പിന്നെ അതൊന്ന് പറിച്ച് അത് അലങ്കോലമാക്കി. കാരണം ഒരു ചെടി അതിൻ്റെ ചെടിയിൽ നിൽക്കുമ്പോഴാണ് ഭംഗി. പക്ഷേ അത് പറിച്ച് അലങ്കോലമാക്കിയപ്പോൾ എനിക്ക് സന്തോഷമായി, എനിക്ക് സംതൃപ്തി. അതിൻ്റെ ഞങ്ങൾ മേളിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ തൊടലിക്കായ പഴുത്തിട്ടില്ല കേട്ടോ, എല്ലാം പച്ച കളർ തന്നെയായിട്ടാണ് ഇരിക്കുന്നത്. അങ്ങോട്ട് ശരിക്കും എൻ്റെ ഇടയിലൊക്കെ മേളിലൊക്കെ ഒന്ന് രണ്ടെണ്ണമൊക്കെ പഴുത്തെടുപ്പുണ്ട്. അപ്പോൾ എനിക്ക് എത്താവുന്നതൊക്കെ ഞാൻ പിള്ളേർക്ക് പറിച്ചു കൊടുത്തു. പിള്ളേർക്ക് പച്ചയായാലും കുഴപ്പമില്ല, പഴുത്തതായാലും കുഴപ്പമില്ല. അതുങ്ങൾ പച്ചയൊക്കെ പറിച്ച് അവിടെ ഇരുന്ന് തിന്നുകൊണ്ടിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം പാറയുടെ സൈഡിലൊക്കെ ഇരുന്നു. കാടാണ്, അന്നേരം അവിടെ കുറച്ച് നേരമൊക്കെ ഇരുന്നിട്ട് പിന്നെ തിരിച്ച് പോന്നു കേട്ടോ. ഇപ്പോൾ ക്രിസ്മസായിട്ട് വലിയ സ്പെഷ്യലായിട്ടൊന്നും ഉണ്ടാക്കിയൊന്നുമില്ല. ജോലി കഴിഞ്ഞ് വന്നു, പിന്നെ ചായയൊക്കെ കുടിച്ചു, അത്രേ ഉള്ളൂ. വേറെ സ്പെഷ്യലായിട്ടൊന്നും. കേക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു, രണ്ടും കേക്ക് കിട്ടി. രമ്യ എനിക്കൊരു കേക്ക് വന്നു. അങ്ങനെ കേക്ക് കിട്ടി, അതൊക്കെ മുറിച്ചൊക്കെ കഴിച്ചായിരുന്നു. അപ്പോൾ ക്രിസ്മസിനെ കുറിച്ച് എനിക്ക് ആലോചിക്കുമ്പോൾ ചെറുപ്പകാലത്തെ ഒരു അനുഭവമായിട്ട് എനിക്ക് ഓർമ്മ വരുന്നത്. അന്ന് ഞാൻ 5-ലോ 6-ലോ പഠിക്കുന്ന സമയമാണ്. അന്ന് ട്യൂഷന് അത് പിള്ളേരെല്ലാവരും പോകണ കണ്ടിട്ട് എനിക്കൊരു കൊതി വന്നിട്ട് ട്യൂഷന് പോയതാട്ടോ. അങ്ങനെ അധികം ട്യൂഷനൊന്നും ഞാൻ ആദ്യം പോയിട്ടില്ല. ആകെ 2-3 മാസം കണ്ടേ പോയുള്ളൂ. അതൊന്ന് ക്രിസ്മസിൻ്റെ ഒരു സമയത്തായിരുന്നു. അന്നേരം ട്യൂഷൻ ക്ലാസ്സിൽ ക്രിസ്മസ് ഫ്രണ്ട് ഇട്ടു കേട്ടോ. അപ്പോൾ അന്നെന്ന് വെച്ചാൽ അമ്മച്ചിയുടെ മാത്രമായിട്ട് വരുമാനമുണ്ട്. അമ്മച്ചി ഒരു ചെറിയ കടയിൽ പോകുന്നുണ്ട്. ഞാൻ വരുമാനത്തിൽ ഞാനും ചേട്ടൻ ജീവിക്കണം. അച്ഛനുണ്ടായില്ലല്ലോ. അപ്പോൾ അമ്മച്ചിയുടെ എന്താ ആവശ്യത്തിന് അമ്മച്ചിയുടെ പൈസ ഞങ്ങൾക്ക് മടിയായിരുന്നു കേട്ടോ. കാരണം ഇല്ലയെന്നുള്ള അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെ ഞങ്ങൾ ജീവിച്ചത്. നമുക്ക് പൈസ ഇല്ലയെന്നൊരു അനുഭവം നമുക്കറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് പൈസ ചോദിച്ചാലും ഉണ്ടാവില്ല. ചെറുപ്പം വരെ നമുക്ക് പൈസയുടെ ബുദ്ധിമുട്ട് അറിയാവുന്നു. അതുകൊണ്ട് അപ്പോൾ അന്ന് ക്രിസ്മസ് ഫ്രണ്ട് ഇടുന്ന കാര്യം പറഞ്ഞപ്പോഴത്തേനും മനസ്സിലൊരു വിഷമം തോന്നി. കാരണം നമുക്ക് നല്ലൊരു ഗിഫ്റ്റ് മേടിച്ചോണ്ട് പൈസ ഉണ്ട്, അമ്മോട് എങ്ങനെ ചോദിക്കുന്ന ആശങ്കയുണ്ടായിരുന്നു. പക്ഷേ അത് പറയാൻ പറ്റുമോ പുറത്ത്? ഞാനൊരു കൊച്ചും കൂടിയല്ലേ. അതുകൊണ്ട് ഞാൻ മിണ്ടില്ല. അവർ ക്രിസ്മസ് ഫ്രണ്ട് ഇട്ടു. എനിക്കൊരു കൊച്ചിൻ്റെ പേരായിട്ട് കിട്ടി. ആ കൊച്ചിന് തിരിച്ച് കൊടുക്കണം. ആ കൊച്ചാണെങ്കിൽ നല്ലൊരു ഗിഫ്റ്റൊക്കെ മേടിച്ചുകൊണ്ട് വന്നു. അപ്പോൾ ഞാൻ എങ്ങനെ അമ്മച്ചിയോട് പറയുന്നു ആ കൊച്ചിന് പേരിന് ഗിഫ്റ്റ് മേടിച്ചു കൊടുക്കണം? അപ്പോൾ എനിക്ക് പേടിയല്ല, നമുക്കില്ലായ്മ കൊണ്ട് ഞാൻ അമ്മയോട് ചോദിച്ചില്ല. ഞാൻ വീട്ടിൽ ഒരു പഴയ റോസാപ്പൂ പ്ലാസ്റ്റിൻ്റെ ഇരിപ്പുണ്ടായിരുന്നു. ഒരുപാട് പഴയതല്ല, എന്നാലും ഒരു പഴയത്. അത് ഞാൻ നല്ലോണം തുടച്ചൊക്കെ എടുത്ത് ഞാൻ ആ കൊച്ചല്ല, വേറെ കൊച്ചിനായിരുന്നു കിട്ടി. ആ കൊച്ചിന് കൊടുത്തു. പക്ഷേ ആ കൊച്ച് നല്ലൊരു ഗിഫ്റ്റാണ് മേടിച്ചത്. പക്ഷേ ആ കൊച്ചിന് ആ ഗിഫ്റ്റ് ഇഷ്ടപ്പെട്ടില്ല. എന്നിട്ട് വൈകിട്ടായപ്പോൾ ആ കൊച്ചിൻ്റെ അമ്മയും കൂടി വീട്ടിൽ വന്ന് കുറേ ആ സാധനം മുമ്പത്തേക്ക് എറിഞ്ഞ് കുറേ വഴക്കൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വഴക്കുണ്ടാക്കി പോയി. ഇങ്ങനത്തെ സാധനമാണ് കൊടുത്തു വിടണതെന്നും പറഞ്ഞ്. പക്ഷേ എനിക്ക് ഭയങ്കര വിഷമമായി. അപ്പോൾ അമ്മച്ചി എന്നോട് ചോദിച്ചു, എനിക്ക് പറയാൻ പാടില്ലായിരുന്നു, ഞാൻ എങ്ങനെയും ഓരോ മേടിച്ച് തരില്ലായിരുന്നു. പിറ്റേ ദിവസം തന്നെ അമ്മച്ചി കടയിൽ പോയി ഓരോ മേടിച്ച് ആ ഗിഫ്റ്റ് തിരിച്ച് ആ കൊച്ചിന് കൊടുത്തു. പക്ഷേ ഇതെനിക്ക് എന്നും മറക്കാനാവാത്തൊരു വിഷമിക്കുന്ന ഒരു ഓർമ്മയാണ്. കാരണം നമുക്കില്ലായ്മയിൽ നിന്ന് നമുക്ക് ഇത്ര ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്നുല്ലോ. ഇപ്പം എൻ്റെ ഏകെയുള്ളൊരാഗ്രഹം എന്ന് വെച്ചാൽ എനിക്ക് വന്ന അനുഭവങ്ങളൊന്നും എൻ്റെ കൊച്ചിന് കിട്ടരുത്, അതിനങ്ങനെ ബുദ്ധിമുട്ടുകളോ അങ്ങനത്തെ വിഷമങ്ങളോ ഉണ്ടാവരുതെന്നുള്ള ആഗ്രഹം ഉണ്ടാവും. പക്ഷേ ഈ ആഗ്രഹം നിറവേറണമെങ്കിൽ എൻ്റെ അസുഖം എനിക്ക് വില്ലത്തിയായിട്ട് നടക്കുകയാണല്ലോ. ഇപ്പോൾ ഈ അസുഖം കാരണമാണ് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുമോ, അവൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമെന്ന് മാത്രമാണ് എൻ്റെ പേടി. ഇപ്പോൾ 1000 രൂപ കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം 2000 രൂപയ്ക്ക് ഹോസ്പിറ്റലിൽ മരുന്ന് മേടിക്കാൻ കൊടുക്കേണ്ടി വരും. ആ അവസ്ഥയാണ്. അസുഖം ഒരു വില്ലത്തിയായിട്ട് എനിക്ക് നിൽക്കുന്നത്. നമുക്ക് ഉയരങ്ങളിൽ എത്തണമെന്നുണ്ട്, പക്ഷെ നമ്മുടെ മനസ്സിൻ്റെ ആഗ്രഹങ്ങൾക്കൊത്ത് നമ്മുടെ ശരീരം നീങ്ങണമെന്നില്ലല്ലോ. നമ്മുടെ ഏറ്റവും വലിയ